ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു ലോൺ എടുക്കാൻ. എനിക്ക് തോന്നുന്നത് ഇതാണ് ഇന്നത്തെ മുദ്രാവാക്യം. ശരാശരി എല്ലാവരുടെയും നമ്മൾ മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഉള്ള കാര്യം പറയാലോ, മലയാളികൾ തന്നെയാണ് ഈ ലോൺ എടുക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ബിസിനസ് വലുതാക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജീവിതത്തിന് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാനല്ല, വീട് വെക്കാൻ. ചിലപ്പോൾ രണ്ടുപേരേ ഉണ്ടാവുള്ളൂ ജീവിക്കാൻ, ചിലപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫാമിലി ആയിരിക്കും. പക്ഷെ അവർ വെക്കുന്ന വീടെന്ന് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ 10 പേർക്ക് താമസിക്കാൻ അല്ലെങ്കിൽ 10 കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന വീടായിരിക്കും അവർ വെക്കുന്നത്. ഇത് പറയുന്നതുകൊണ്ട് ആരും എന്നെ പൊങ്കാലിടണ്ട. ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, സത്യമല്ലേ? ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ലോൺ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരു കാറും മേടിച്ച് ആ ഉള്ള വീട് തട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ അത് 2 നിലയാക്കി, പറ്റുമെങ്കിൽ 3 നിലയാക്കി, അവന്റെ വരുമാനത്തിന്റെ പകുതി ഭാഗവും ബാങ്കുകാർക്ക് കൊടുക്കുക. ചിലപ്പോൾ 15 വർഷം, 20 വർഷം, ഇത്രയും കാലയളവാണ് ലോണിൻ്റെത്, അല്ലേ? അത് ചിന്തിച്ച് നോക്കി. ഇത് മലയാളികൾ മാത്രമേ ഈ ഒരു പരിപാടി കാണിക്കുള്ളൂ. വിദേശത്ത് പോയി 10, 15, 20 വർഷം കഷ്ടപ്പെടുന്നതിന്റെ നല്ലൊരു ശതമാനം പൈസ അവൻ നഷ്ടപ്പെടുത്തുന്നത് വീട് വെക്കാനായിരിക്കും. ആ വീട്ടിൽ താമസിക്കാൻ ചിലപ്പോൾ പ്രായമായ അപ്പനമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? ആ കുടുംബത്തെയും കൊണ്ട് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും, വിദേശത്ത് പോകും. എന്നിട്ട് ഇവിടെ ഒരു ഇടുങ്ങിയ ഫ്ലാറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കും. നാട്ടില് കൊട്ടാരം പണിതിട്ടിട്ട് ആ കടം തീർക്കാനായിട്ട് ഭാര്യ മക്കളെയും കൊണ്ടുപോയിട്ട് വിദേശത്ത് ഇടുങ്ങിയ ഒരു ഫ്ലാറ്റിനകത്ത് താമസിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിക്കാരന് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ലോൺ എടുക്കാനുള്ള വ്യഗ്രതയാണ്. ഈ ലോൺ എങ്ങനെയെങ്കിലും ഇപ്പൊ ബാങ്കുകാർ എത്ര ലോൺ വേണമെങ്കിലും കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ സാലറി സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിക്കാരന് പെട്ടെന്ന് ലോൺ കിട്ടും. കിട്ടി ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ അവന്റെ 20 വർഷത്തേക്കുള്ള അവന്റെ സാലറിന്ന് അല്ലെങ്കിൽ 15 വർഷത്തേക്കുള്ള അവന്റെ സാലറിന്ന് കട്ട് ചെയ്യുവാണ്. ഈ ഗവൺമെന്റ് ജോലി കിട്ടില്ലായിരുന്നു ഇവൻ എന്ത് ചെയ്തിരുന്നു? അവളുടെ വീട്ടിൽ കഴിയത്തില്ലായിരുന്നോ? അഡ്ജസ്റ്റ് ചെയ്ത് കഴിയത്തില്ലായിരുന്നോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വെക്കുന്ന വീട് എന്ന് പറയുന്നത് അത് നമ്മളുടെ മനസ്സ് പോലിരിക്കും. അത് കൊട്ടാരമാകുന്നതും കുടിലാകുന്നതും. നമ്മൾ കുറേ ലോൺ എടുത്ത്, ബാങ്കുകാർ എത്ര ലോൺ വേണമെങ്കിലും തരാൻ തയ്യാറാണ്. കാരണം അവരുടെ ജോലി ഇതാണ്. ആ കിട്ടുന്ന ഇത്രയും ദുരഭിമാനമുള്ള ഒരു വിഭാഗം വേറെ ആരുമില്ല. ഇത്രയും ദുരഭിമാനമുള്ള മലയാളികൾ. ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ആ വിദ്യാഭ്യാസം കൃത്യമായിട്ട് അത് എന്താ പറയുക പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതമല്ല നമ്മളത്. ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ പല ബിൽഡിങ്ങുകളുടെയും ലക്ഷങ്ങൾ വാടക മേടിക്കുന്ന പല ബിൽഡിങ്ങുകളുടെയും ഓണർമാർ താമസിക്കുന്നത് ഒരു സാധാരണ വീട്ടിലായിരിക്കും. അത് തമിഴ്നാട്ടിലായിക്കോട്ടെ. തമിഴ്നാട്ടിൽ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു ബൈക്ക് വേണം. അപ്പോൾ ഞങ്ങൾ പോയി ഒരു വണ്ടി കണ്ടു, ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി കണ്ടു, ഒരു പൾസർ. അപ്പോൾ ആ വണ്ടിക്ക് ഏകദേശം 40-45,000 രൂപ വിലയുണ്ട് അന്ന്. സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. അന്ന് 45,000 രൂപ കൊടുത്ത വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ മലയാളികളുടെ ചിന്താഗതി അല്ല ഈ തമിഴന്മാരുടേത്. അവർക്ക് ഭയങ്കര ബിസിനസ് മൈൻഡാണ്. അപ്പോൾ ഇവന് ഈ 45,000 രൂപ ഞാൻ കണ്ടപ്പോൾ ഞാൻ അവനോട് പറയണ്ട, നിനക്ക് ഈ 45,000 രൂപ പിന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിന്റെ പൈസ ഇല്ലല്ലോ. അപ്പോൾ പറഞ്ഞു ഇല്ല, എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് നീ ഒരു കാര്യം ചെയ്ത് നമ്മൾക്ക് ഇപ്പോൾ അഡ്വാൻസ് കൊടുക്കണ്ട, പൈസയൊക്കെ അറേഞ്ച് ആയിട്ട് വന്നിട്ട് നമുക്ക് വണ്ടി എടുത്താൽ പോരെ. അല്ല, അവൻ പറഞ്ഞു അഡ്വാൻസ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിലിരുന്ന കുറച്ച് പൈസ എടുത്ത് അവൻ അഡ്വാൻസ് കൊടുത്തു. 45,000 രൂപ പറഞ്ഞ വണ്ടിയാണ്, ഓർത്ത് നോക്കിക്കൊള്ളാം. ഈ പറഞ്ഞ പൈസ കൊടുത്തിട്ട് അവൻ ഫോൺ എടുത്ത് അവൻ്റെ അപ്പനെ വിളിച്ചു, തമിഴ്നാട്ടിൽ. അപ്പനെ വിളിച്ചപ്പോൾ പുള്ളി എന്താ പറഞ്ഞറിയോ? എൻ്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്നോട് പുള്ളിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം ഇവൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സമയം മുതലേ ഞാനുമായിട്ട് ഇവർക്ക് നല്ല കോണ്ടാക്റ്റാണ്. അപ്പോൾ ഇവരുടെ അപ്പൻ എന്നോട് ഭയങ്കര കാര്യമാണ്. ഇവനെ ജോലി പഠിപ്പിച്ച ഞാനാണ്. അത് അഹങ്കാരമായിട്ട് പറയല്ല, വലിയ ആളായിട്ടും പറയല്ല, അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഞാൻ എന്നെക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അവൻ വേറൊരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവൻ ഇവിടെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഇവിടെ വന്ന് എൻ്റെ കൂടെ ചേർന്നാണ്. എൻ്റെ കൂടെ നിർത്തി അവനെ അത്യാവശ്യം ജോലിയൊക്കെ പഠിപ്പിച്ചെടുത്ത്. അന്ന് മുതലേ ഇവൻ്റെ അപ്പൻ എന്നോട് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇവൻ്റെ അപ്പനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇതുപോലെ വണ്ടി ഉണ്ടെന്നും 45,000 രൂപയെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ എൻ്റെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ എൻ്റെ തന്നു. ഞാൻ സംസാരിച്ചു, എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് വണ്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ടു കൊള്ളാം, നല്ല വണ്ടിയാണ്, വിശ്വസിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശ്വസിക്കാം. ശരി, മോൻ പറഞ്ഞുകൊണ്ട്, അത് തമിഴിലാണ് പറയുന്നത്, മോൻ പറഞ്ഞുകൊണ്ട് ഞാൻ പൈസ കൊടുത്തു വിടാം, നീ ഒരു കാര്യം ചെയ്യ്, അവനോട് ഇന്ന് രാത്രി വണ്ടി കയറിക്കൊള്ളാൻ പറയാം. ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? അവൻ്റെ വീട് എനിക്കറിയാം. അവൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളതാണ്. ഒരു ചെറിയ വീടാണ്. ചെറിയ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ വയലിലൊക്കെ വെക്കുന്ന ഒരുതരം കുടിൽ പോലത്തെ വീടില്ലേ, അവർക്ക് നിലവും സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. അത് ഒരുപാട് ഏക്കർ കണക്കിനൊന്നുമില്ല. പച്ചക്കറി കൃഷിയും കാര്യങ്ങളും ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അതിനകത്തൊരു കുടിൽ പോലത്തെ ഒരു വീട്ടിൽ അവർ താമസിക്കുന്നത്. പക്ഷെ റെഡി പേയ്മെന്റ്, റെഡി പൈസ അവരുടെ കയ്യിലുണ്ട്. റെഡി പൈസ അവരുടെ കുടിലിനകത്ത് ഇരിപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ കുടിലിൽ റെഡി പൈസ ഇരിപ്പുണ്ട്. അവനോട് പറഞ്ഞു വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. രാത്രി അവൻ പോയി
പോയിട്ട് അവൻ രാവിലെ അവിടെ ചെന്ന് പൈസ മേടിച്ച് തിരിച്ച് വൈകുന്നേരം വന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ആ വണ്ടി റെഡി പേയ്മെന്റ് കൊടുത്തെടുത്തു. ഞാനപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ കൊട്ടാരം പോലത്തെ വീട് പണിത് വെച്ചും നമുക്കൊരു 10,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണ്ണം കൊണ്ടേ പണയം വെക്കേണ്ട അവസ്ഥയാണ്. ആരുടെ കയ്യിലുണ്ട് ATM-ൽ പൈസ? ഇത്ര പേരല്ലോ. കൊട്ടാരം പോലെ വെച്ചിരിക്കുന്ന വീടുകളിൽ പലയിടത്തും കടബാധ്യതയായിരിക്കും. ചിന്തിച്ചു നോക്കിയാൽ മതി. പലയിടത്തും കടബാധ്യതയായിരിക്കും. അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു കാശെടുത്ത് മറിക്കാനുണ്ടാകത്തില്ല. ഇവർ വെച്ച വീട് കൊട്ടാരം പോലത്തെ ആയതുകൊണ്ട് ആരോടും അഭിമാനം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ വീട് വെച്ചിട്ട് ആരോടും കൈ നീട്ടാനും പറ്റത്തില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട് വെക്കുക എന്നുള്ളത് ഒരിക്കലും ആഡംബരമാകരുത്. നമ്മുടെ ആവശ്യത്തിന് മാത്രമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസക്ക് തക്കതായ മൂല്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം മേടിക്കാം. സ്ഥലം മേടിച്ചിട്ട്, അല്ലാതെ നമ്മൾ വീട് വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വലിയ എമൗണ്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് വെച്ചിട്ട് അതുകൊണ്ട് എന്ത് പ്രയോജനം? താമസിക്കാനായിട്ട് കൂടി വന്നാൽ 4-5, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര രൂപ വേണം? കറണ്ട് ബില്ല്, അതിന്റെ മെയിൻ്റെനൻസ്, ഇത് മെയിൻ്റെനൻസ് വേണമല്ലോ. ഇതിനൊക്കെ ഭാവിയിൽ എത്ര രൂപ വേണം? പിന്നെ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ 20-25 കൊല്ലമൊക്കെ ജോലി ചെയ്യുന്നവരുടെ പകുതി ആ മരുഭൂമി കിടന്ന് വിയർത്തുണ്ടാക്കിയ പൈസ പകുതിയും ഈ വീടിന് വേണ്ടിയിട്ട് ചിലവാക്കും. മനസ്സിലായോ? ഒരു വീട് കെട്ടിപ്പോക്കണമെങ്കിൽ ഇന്നത്തെ ലേബർ ചാർജും അതിന്റെ മെറ്റീരിയൽസും ഒക്കെ എത്ര രൂപയാണ്? ഒരാവശ്യം വന്നാൽ നമുക്ക് ഇത് വിൽക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താണ്? കിടപ്പാടം വിറ്റെന്നുള്ള പേരാവും. പിന്നെ നമ്മളെവിടെ പോയി കിടക്കും? നേരെ മറിച്ച് നമ്മൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ജീവിച്ചിട്ട്, അത്യാവശ്യം ചെറിയ വീടാണല്ലോ, അതിൽ സന്തുഷ്ടമായിട്ട് ജീവിച്ചിട്ട് ആ പണം നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ അത്യാവശ്യം ഒരു പ്രോപ്പർട്ടി വന്നാൽ നമ്മൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു പ്രോപ്പർട്ടി ആയിട്ട് അത് നമ്മുടെ കയ്യിൽ കിടക്കും സൈഡായിട്ട്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോഴും നമ്മൾ ജീവിക്കുന്ന വാസസ്ഥലം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഇത് മനസ്സിലാക്കാതെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി ലോണും എടുത്ത്, ഇത്രയും ദുരഭിമാനമുള്ളൊരു വിഭാഗം ഈ ലോകത്ത് വേറെ ഉണ്ടാകത്തില്ല. ഇത്രയും ദുരഭിമാനം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 2 നില വീട് വെച്ച് അതിനകത്ത് കയറി കിടന്നാൽ എന്തോ അങ്ങ് മലമറിച്ച ഒരു പ്രതീതിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത് ഇത് എന്തിനാ, ആരെ കാണിക്കാനാണ്? ഇപ്പൊ ഒരു വാഹനം മേടിച്ചത് സഞ്ചരിക്കാനാണെന്ന് പറയാം. ചിലപ്പോൾ 3, 4, 5, 6 പേരുള്ള ഒരു കുടുംബത്തിൽ ഒരു കാറ് അത്യാവശ്യമാണ്, ശരിയാണ്, അത് ആവശ്യമാണ്. കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വരികയൊക്കെ ചെയ്യേണ്ടതാണ്. മുമ്പത്തെ പോലെയല്ല കാര്യങ്ങൾ. ഇന്ന് എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നടന്നു പോക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു വാഹനം ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺ ടൈമിൽ നമുക്ക് പോയിട്ട് വരാം. ശരിയാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾക്കൊരു വീടുണ്ടായിട്ട് നമ്മളത് പൊളിച്ചു കളഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എല്ലാരും പറയും അത് സ്വപ്നമല്ലേന്ന്. ആ സ്വപ്നങ്ങള് ശരിയാണ്, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സംസ്കാരമായി നമ്മൾ മാറ്റരുത്. അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറ്റരുത്. ഞാൻ അത്രേ പറയുന്നുണ്ട്. നമ്മൾ വിയർക്കുന്ന, നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മളുടെ പണത്തിന് നമുക്ക് മൂല്യം ഉണ്ടാകണം. അത് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം ആഡംബരങ്ങൾ കാണിക്കാനായിട്ട് ചിലവാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് നാളെ ഇന്നത്തെ കാലത്ത് നമ്മുടെ അമൃത ഹോസ്പിറ്റൽ ട്രസ്റ്റ്, ലക്ഷർ ഹോസ്പിറ്റൽ, ഇത്തരം ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരു ചികിത്സ നേടണമെങ്കിൽ അപ്പം പിന്നെ നിങ്ങൾ ചിന്തിക്കും നമ്മൾക്ക് എന്തിനാ അത്ര വലിയ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നും. നമ്മൾ വണ്ടാനം ആശുപത്രിയിൽ ഒരു മേജർ കേസുമായിട്ട് ചെന്ന് നോക്കി, വണ്ടാനം മെഡിക്കൽ കോളേജിൽ, ഇല്ലേ ട്രിവാൻഡ്രം, ഇല്ലേ കൊല്ലം, ഈ പറഞ്ഞ കോഴിക്കോട്, ഇങ്ങനെയുള്ള തൃശ്ശൂർ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട്, കോട്ടയം മെഡിക്കൽ കോളേജ് ഒക്കെ പോയിട്ട് ഒരു മേജർ ആയിട്ടൊരു കേസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ റെഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലോട്ടായിരിക്കും, പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ടായിരിക്കും ട്രീറ്റ്മെന്റിനായിട്ട്. സത്യമല്ലേ? ലക്ഷറോ അല്ലെങ്കിൽ പറയുന്ന മെഡിക്കൽ ട്രസ്റ്റോ അല്ലെങ്കിൽ അമൃത പോലുള്ള ഹോസ്പിറ്റലിലായിരിക്കും നമ്മൾ റെഫർ ചെയ്യുന്നത്, അങ്ങോട്ടായിരിക്കും പറഞ്ഞു വിടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായാലും നമ്മളെപ്പോലുള്ള ആളുകൾ ജീവിക്കാനായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതം മിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പോകേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് പണം ആവശ്യമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്താ നമ്മൾ ചെയ്യുന്നത്? പോട്ടെ, ഈ പറയുന്ന ബാങ്ക് ലോൺ എടുത്ത് നമ്മൾ ഗവൺമെന്റ് ജോലി നേടി, നമ്മൾ ഗവൺമെന്റ് ജോലി നേടിയതിനു ശേഷം ഒരു ബാങ്ക് ലോൺ എടുത്ത് ഒരു വീട് അങ്ങോട്ട് വെച്ച് കുറച്ചാൾ കഴിഞ്ഞ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വിൽക്കേണ്ടി വന്നത്, നമ്മൾ ഇത് ഡെഡ് മണിയാണ്. വീട് പണി എന്ന് പറയുന്നത് ഡെഡ് മണിയാണ്. നമ്മൾക്ക് ആവശ്യമുള്ള, നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്ന, പിന്നെ നമ്മൾ വാസസ്ഥലം നമുക്ക് ജീവിക്കാനുള്ളത് മാത്രം മതി. ആഡംബരമായിട്ട് പണിതിട്ടിട്ട് ആളുകൾ കാണിച്ചുകൊണ്ട് നമുക്ക് നേട്ടമില്ല. ആ പൈസ വെറും വേസ്റ്റാണ്. അത് അങ്ങനെ വെറുതെ വേസ്റ്റ് ആയി പോവുകയുള്ളൂ. ആ പണം കൊണ്ട് നമുക്ക് പിന്നെയും പിന്നെ അതിന്റെ മുകളിൽ ചിലവേ ഉള്ളൂ. നമ്മൾ ഓടാത്തൊരു വണ്ടി മേടിച്ച് വീടിന് ബാധിക്കിട്ടിട്ട് എന്തിനാണ്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നമ്മൾ ഓടാത്തൊരു വണ്ടി ഓടുന്നില്ല, അല്ലെങ്കിൽ ഓടില്ല ആ വണ്ടി, നമ്മൾക്ക് ഓടിക്കാൻ അറിയില്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. നമ്മൾ ആ വണ്ടി മേടിച്ച് നമ്മുടെ വീടിന്റെ ബാധിക്കിട്ടിട്ട് എന്തിനാണ്? അതിന് മെയിൻ്റെനൻസ് ഉണ്ട്. വെറുതെ കിടന്നാലും വാഹനത്തിന് മെയിൻ്റെനൻസ് ഉണ്ട്, അതിന് ചെലവുണ്ട്, പേപ്പർ വർക്ക് ഉണ്ട്. അത് അനാവശ്യമാണ്. നമുക്ക് അങ്ങനെയുള്ള ആഡംബരം അതൊരു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റരുത്. ഇന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് തോന്നുന്നത് മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ, സമൂഹത്തിൽ മാന്യന്മാരെന്ന് ഞാൻ കരുതുന്ന ആളുകൾ പോലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. അവരുടെ നല്ല വീടുകൾ പൊളിച്ചു കളഞ്ഞിട്ടാണ്, ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞിട്ട് നല്ല വീടുകൾ പൊളിച്ചു കഴിഞ്ഞിട്ടാണ് അവർ നേരെ പോയിട്ട് ലോൺ എടുത്തിട്ട്, പക്വതയുള്ള വിവരമുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ്. ലോൺ എടുത്തിട്ട്
25 ലക്ഷം രൂപ 30 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്താണ് വീട് പണിയുന്നത്. ഇതിനകത്ത് ആകെ നേട്ടമുള്ളത്, എനിക്ക് ഇതിനകത്തുള്ളൊരു നേട്ടം അല്ലെങ്കിൽ ഇതിനകത്തുള്ളൊരു പ്രയോജനം എന്ന് എനിക്ക് പറയാനുള്ളത്, കുറേ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് വേറെ ഒരു നേട്ടമില്ല. കാരണം നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കൂടി വന്നാൽ, ഞാൻ പറയട്ടെ, ഒരു 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ജീവിക്കാനായിട്ട് ഒരു 3 മുറിയും ഹാളും ഒരു വർക്ക് ഏരിയ, ഒരു കിച്ചൺ, 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഇത് മതി. ഇതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് വെക്കുന്നത് 6 മുറി, വലിയൊരു ഹാള്, പിന്നെ അല്ലേ 2 ഡൈനിങ് റൂം, പിന്നെ 5-8 ബാത്റൂം, AC റൂം. എന്തിനാണ്? ആരെ കാണിക്കാനാണ്? നമ്മൾ തമിഴ്നാട്ടിലോട്ടും ഈ പറയുന്ന വടക്കേ ഇന്ത്യയിലോട്ടും ഈ പറയുന്ന ബാംഗ്ലൂരിലോട്ടൊക്കെ പോയി നോക്ക്, അല്ലെ കർണാടകയിലോട്ടൊക്കെ പോയി നോക്ക്. അവര് കോടിക്കണക്കിന് ആസ്തിയുള്ളവർ പോലും ജീവിക്കുന്നത് അവർക്ക് അവരുടെ വാസസ്ഥലം എന്ന് പറഞ്ഞാൽ അവർക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന വാസസ്ഥലമാണ് അവരുടെ. അവർക്ക് അത് മതി. അല്ലാതെ ആഡംബരത്തിന് പൈസ മുടക്കാൻ അവരുടെ കയ്യിലില്ല, അവർ മുടക്കില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് അവരുടെ കയ്യിലെല്ലാം കാശുണ്ട്. അവരാരുടെങ്കിലും കടം മേടിക്കാൻ പോകത്തില്ല. നമ്മൾ മണിമാളിക കെട്ടി പൊക്കിയിട്ട് ഒരാവശ്യം വരുമ്പോൾ നമ്മൾ കടത്തിനോടുവാണ്. സത്യമല്ലേ? സ്വർണം പണയം വെക്കുന്നു, ഭാര്യയുടെ കെട്ടുതാലി വരെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ കടം മേടിക്കാൻ ഓടിയാണ്. എന്തിനാ പാടുപെടുന്നത്? നിങ്ങൾ മരുഭൂമി കിടന്ന് വിയർക്കുന്ന പൈസ നിങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപിക്കുക, എന്നിട്ട് സ്ഥലം മേടിക്കുക. സ്ഥലം മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സ്ഥലം മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് മറിക്കാം. മനസ്സിലായോ? അല്ലാതെ ഇപ്പൊ സ്വർണം മേടിക്കുക, സ്വർണത്തിന് വിലയുണ്ട്, സ്വർണം മേടിച്ചിട്ടു. അത് കാലക്രമേണ അത് വില കുറവില്ലെന്നൊന്നും അറിയില്ല. പക്ഷെ സ്ഥലം മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. സ്ഥലം മേടിച്ചിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് പ്രയോജനപ്പെടും. വീട് വെച്ച് പൈസ കളയരുത്. ഗവൺമെന്റ് ജോലിക്കാരാണെങ്കിലും അത് തന്നെ. വീട് വെച്ച് നിങ്ങൾ പണം കളയരുത്, പൈസ കളയരുത്. അത് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വീട് വെച്ചാൽ പോലും നിങ്ങൾ ഇത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഓൾറെഡി താമസിക്കാൻ ഒരു വീട് ഉണ്ടായിരിക്കെ നിങ്ങൾ മറ്റൊരെണ്ണം ഉണ്ടാക്കിയിട്ട് വാടകയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അതൊരു വരുമാനമാണ്. അല്ലെ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനുള്ള കഷ്ടപ്പാട് നിങ്ങൾ ആഡംബരം കാണിക്കാൻ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ? ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.